ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാര്യത്തെക്കിളി കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷിനെ മാറ്റി നിർത്തി സുധീഷ് പറയുകയാണ്, എടാ നിധിയുടെ അച്ഛൻ എന്തോ പ്ലാനുമായിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഹരീഷ് പറയുന്നു, എനിക്കും അങ്ങനെയാ തോന്നുന്നത്, പക്ഷേ ചിലപ്പം അങ്ങനെയല്ല എന്നും തോന്നുന്നു. കാറിൽ വെച്ച് സുധീഷ് ഏട്ടനോട് ഏട്ടത്തിയുടെ അച്ഛൻ സംസാരിച്ച രീതി വെച്ച് നോക്കുമ്പോൾ എന്തോ പ്ലാനുമായിട്ടാ വന്നേന്ന് തോന്നുന്നു. സുധീഷ് പറയുകയാണ്, അങ്ങനെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നിധിയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടത്? വന്ന മോളെ കണ്ടിട്ട് പോയാ പോരെ? എന്തിനാ വന്ന ദിവസം തന്നെ അവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്? അയാൾക്ക് അവളെ ആ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം, അത് അയാളുടെ ഉദ്ദേശം. അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ ഏട്ടത്തിയെ മാത്രമല്ലല്ലോ ഏട്ടത്തിയുടെ അച്ഛൻ വിളിച്ചത്, സുധീഷേട്ടനെ കൂടിയല്ലേ? സുധീഷ് പറയുന്നു, എടാ ഞാൻ എന്തിനാ അവിടെ പോകുന്നത്? ഞാൻ അവിടെ പോയില്ല. ഹരീഷ് പറയുന്നു, സുധീഷേട്ടൻ അവരുടെ കൂടെ പോയില്ലെങ്കിൽ ഏട്ടത്തിയുടെ അച്ഛന്റെ പ്ലാൻ ഈസി ആയിട്ട് നടക്കും. സുധീഷേട്ടൻ അവരുടെ കൂടെ പോയാൽ അവരുടെ പ്ലാൻ തടയാൻ സുധീഷേട്ടന് കഴിയും. അതുകൊണ്ടാ പറയുന്നത്, ഒന്ന് ആലോചിക്ക്. ഈ സമയം പുഞ്ചിരിച്ച് അവിടേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എന്താ ചേട്ടനും അനിയനും കൂടി ഒരു സംസാരം? ഒന്ന് പതിരി ഹരീഷ് പറയുന്നു, ഞങ്ങള് ചുമ്മാ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ ഹരീഷ് അകത്തേക്ക് പോകുന്നു. പുഞ്ചിരിച്ച് രാജീവ് ചോദിക്കുന്നു, സുധീഷേ എങ്ങനെയുണ്ട്? എന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലെ? സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നുമില്ല. നിങ്ങള് നിധിയുടെ അച്ഛനാണ്. അച്ഛനെ കണ്ടാൽ നിധി സന്തോഷിക്കും. നിധിയുടെ സന്തോഷം എന്റെയും സന്തോഷമല്ലേ? രാജീവ് പറയുന്നു, ഓ അങ്ങനെ. ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും, നിങ്ങളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും, ഒരു ദിവസം താമസിക്കുമെന്നൊന്നും വിചാരിച്ചതേയില്ല. നീ എന്നെ ഇവിടേക്ക് വരുത്തിയതാടാ. എന്തൊരു അഹങ്കാരമായിരുന്നു നിന്റെ സംസാരത്തിൽ. അതും പോരാഞ്ഞ് നീ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അപ്പം ഞാൻ സംശയിച്ചത് ശരിയാ? നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടാ ഇവിടെ വന്നിരിക്കുന്നതല്ലേ? ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, അതെ, വെല്ലുവിളിയിൽ എനിക്ക് ജയിക്കണ്ടേ, അതിനാടാ നിന്നെ തേടി ഞാൻ ഇവിടേക്ക് വന്നത്. സുധീഷ് പറയുന്നു, നിധിയെ ഞാൻ നിങ്ങളുടെ കൂടെ പറഞ്ഞു വിടില്ല. നിങ്ങൾക്ക് അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനും പറ്റില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, സുധീഷേ ഞാൻ ഒരു തീരുമാനം എടുത്താൽ അത് നടത്താതെ പോയ ചരിത്രമില്ല. ഞാനത് നടത്തിയിരിക്കും. നോക്ക്, നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തന്നില്ലേ? അതിലെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരേ ഒരു ദിവസം കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് നീ കണ്ടില്ലേ? ഇനി 6 ദിവസം ബാക്കിയുണ്ട്. അതിനുശേഷം എന്റെ മോള് എന്റെ വീട്ടില് എന്റെ മകളായിട്ട് ജീവിക്കും. നീ ഇവിടെ തനിച്ചായിരിക്കോടാ. ഈ സമയം അച്ഛാന്ന് വിളിച്ച നിധി അവിടേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് സംസാരിക്കുകയാണ് രാജീവ്. അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? രാജീവ് പറയുന്നു, ഞാൻ സുധീഷിനോട് നന്ദി പറയുകയായിരുന്നു. കാറിൽ വെച്ച് സുധീഷ് എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. എന്നെ നീ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും വീട്ടിലുള്ള എല്ലാവരെയും കാണാതെ നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നും സുധീഷാണ് എന്നെ പറഞ്ഞു മനസ്സിലാക്കിയത്. എങ്ങനെയെങ്കിലും നമ്മൾ ഒന്നിക്കണമെന്ന് സുധീഷ് ഒരുപാട് ആഗ്രഹിച്ചു. അച്ഛനെയും മകളെയും ഒന്നിപ്പിക്കാൻ വേണ്ടി സുധീഷ് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മനസ്സ് മാറി ഇന്നിവിടെ വന്നത്. ഇവിടെ വന്ന് നിന്നെ കണ്ടതിന് ശേഷം എന്റെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ഉണ്ട്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിധി സുധീഷിനെ നോക്കുകയാണ്. രാജീവ് പറയുകയാണ്, എങ്ങനെയുള്ള വീട്ടിലാണ് നീ ജീവിക്കുന്നതെന്നോർത്ത് ഞങ്ങൾ ഒരുപാട് പേടിച്ചു. പക്ഷേ ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണ് മനസ്സിലാകുന്നത് നീ സുരക്ഷിതമായ ഒരിടത്താണുള്ളതെന്ന്. അതിനുവേണ്ടിയാ ഞാൻ സുധീഷിനോട് താങ്ക്സ് പറഞ്ഞത്. ഞാൻ സുധീഷിനോട് മോശമായി സംസാരിച്ചത്. സുധീഷ് എന്നോട് മോശമായി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. നല്ല പക്വതയോടെയാണ് സംസാരിച്ചത്. അങ്ങനെ പുഞ്ചിരിച്ച് സുധീഷിനെ ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധിയും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് രാജീവിന് കിടക്കാനായി കട്ടിലൊരുക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. അവിടേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എന്തിനാ സുഭാഷ് ഇതെല്ലാം ഒരുക്കിയത്? കിടക്കാൻ ഒരു പായ മതിയായിരുന്നു. സുഭാഷ് പറയുന്നു, കുഴപ്പമില്ല സർ, ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലേ സാറിന് നന്നായി ഉറങ്ങാൻ കഴിയൂ. നിധി ചോദിക്കുന്നു, അച്ഛാ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ? രാജീവ് പറയുകയാണ്, വേണം മോളെ, കാറില് ബാഗുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. സുഭാഷ് പറയുന്നു, വേണ്ട സർ, ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷേട്ടെ വേണ്ട, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അങ്ങനെ നികേഷ് ബാഗ് എടുക്കാനായി പോവുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. രാജീവ് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് ബാഗ് കൊണ്ട് കൊടുക്കുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് അത് വാങ്ങി രാജീവ് ചോദിക്കുന്നു, നിധി മോളെ എവിടാ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക? വാ അച്ഛാന്ന് പറഞ്ഞ് നിധി തന്റെ റൂമിലേക്ക് രാജീവിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാജീവ് ചുറ്റും നോക്കുമ്പോൾ നിധി പറയുന്നു, ഇതാ അച്ഛാ എന്റെ മുറി. ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇതാണ്, അതുകൊണ്ടാ അവരെനിക്ക് ഈ മുറി തന്നത്. രാജീവ് പറയുന്നു, സാരമില്ല മോളെ, നിനക്ക് അവരെ ഏറ്റവും നല്ല മുറിയല്ലേ തന്നത്? നിധി പറയുന്നു, ശരി അച്ഛാ, അച്ഛൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാൻ പുറത്തുണ്ടാകും. അങ്ങനെ നിധി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കുകയാണ്. ശേഷം സുഭാഷിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ എന്തിനാ ഇതെല്ലാം കഷ്ടപ്പെട്ട് റെഡിയാക്കിയത്? സുഭാഷ് പറയുകയാണ്, എന്താ മോളെ നീ പറയുന്നത്? ആരാ വന്നിരിക്കുന്നത്? മോളുടെ അച്ഛനല്ലേ? ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച ആളെയല്ല. എന്ത് നല്ല പെരുമാറ്റമാണ്. ഞങ്ങൾക്ക് ഇത്രയൊക്കെയല്ലേ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയൂ. രാജീവ് അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുഭാഷ് എന്ന് വിളിച്ചാൽ മതി, ഞാൻ ഉടനെ
ഓടി വരാം. രാജീവ് പറയുന്നു ശരി നിധി നീ പോയി കിടന്നോ. ശരി അച്ഛാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നിധി റൂമിലേക്ക് കയറി വാതിൽ അടയ്ക്കുകയാണ്. സുഭാഷ് പറയുന്നു സാറ് കിടന്നു വേണ്ട സുധീഷെ. രാജീവ് ചോദിക്കുന്നു സുധീഷെ നീ എന്താ ഇവരുടെ ഒപ്പം പോകുന്നത്, നിധിയുടെ ഒപ്പം റൂമിലേക്ക് പോകുന്നില്ലേ. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ രാജീവ് എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു അതല്ല, നാളെ ഞങ്ങള് നിധിയുടെ വീട്ടിലേക്ക് വരികയല്ലേ, ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞാലല്ലേ ഇവരെ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഒരു ദിവസം സുഭാഷ് ഏട്ടന്റെയും അനിയന്മാരുടെയും കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു. പുഞ്ചിരിച്ച രാജീവ് പറയുന്നു ഓ ശരി. സുഭാഷ് പറയുകയാണ് എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കണേ വാടാന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി സുഭാഷ് ഉറങ്ങാനായി പോവുകയാണ്. രാജീവ് ഒന്ന് ആലോചിച്ച് ബെഡിലേക്ക് ഇരിക്കുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി സന്തോഷത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ്. രാജീവ് വീട്ടിലേക്ക് വന്നതും തന്നെ ചേർത്ത് പിടിച്ചതും ഭക്ഷണം കഴിച്ചതുമെല്ലാം ഓർക്കുകയാണ് നിധി. തുടർന്ന് സുഭാഷും നികേഷും ഹരീഷും എല്ലാം നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഉറങ്ങാതെ ആലോചിച്ച് കിടക്കുകയാണ് സുധീഷ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിധിയെയും സുധീഷിനെയും പിരിക്കുമെന്നും നിധിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും രാജീവ് വെല്ലുവിളിച്ചത് ഓർക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുന്നു എന്ത് നടന്നാലും ശരി, നാളെ നിധിയെ അയാളുടെ കൂടെ പറഞ്ഞു വിടില്ല. ആര് വിചാരിച്ചാലും നിധിയെയും എന്നെയും പിരിക്കാൻ കഴിയില്ല. തുടർന്ന് രാവിലെ വീടും ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്യുകയാണ് സുഭാഷ്. ഉറക്കം ഉണർന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിധി കാണുകയാണ് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന രാജീവിനെ. സുഭാഷ് നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയും വിളിച്ചുണർത്തുകയാണ്. നിധി ബാത്റൂം തുറന്നു നോക്കുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു മോൾ എഴുന്നേറ്റോ. നിധി ചോദിക്കുകയാണ് സുഭാഷ് ഏട്ടാ എന്താ ഇതെല്ലാം. സുഭാഷ് പറയുകയാണ് മോളുടെ അച്ഛൻ എഴുന്നേറ്റാൽ ഉടനെ ബാത്റൂമിൽ പോകില്ലേ, അതുകൊണ്ട് ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്തു. നിധി പറയുന്നു ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ബാത്റൂം കഴുകുമായിരുന്നല്ലോ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ് ഞാനുള്ളപ്പോൾ മോളെ കൊണ്ട് ബാത്റൂം കഴിയിപ്പിക്കാനോ. മോള് പോയി കുളിച്ച് റെഡിയായിട്ട് വാ, ഞാൻ ചായ ഉണ്ടാക്കി വെക്കാം, രാവിലെ തന്നെ പോകേണ്ടതല്ലേ. തുടർന്ന് രാവിലെ എഴുന്നേറ്റ് തക്കലയ്ക്ക് പോകാനായി റെഡിയായി ഇരിക്കുകയാണ് രാജീവ്. സുഭാഷ് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ബാഗൊക്കെ എടുത്ത് അവിടേക്ക് വരികയാണ് നിധി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയുന്നു സുഭാഷ് നന്നായി പാചകം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായ കാര്യമല്ലേ, രാവിലെ കഴിക്കാൻ നിന്നാൽ ഞങ്ങള് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും. ഇപ്പൊ പോയാൽ ട്രാഫിക് ഇല്ലാതെ പോകാൻ പറ്റും, അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മോളുടെ ഡ്രസ്സൊക്കെ എടുത്തില്ലേ. എടുത്തുന്ന നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ് വീട്ടില് മോളുടെ ഒരുപാട് ഡ്രസ്സുകൾ ഇരിപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് എടുത്താൽ മതി. നിധി പറയുന്നു കുറച്ച് ഡ്രസ്സേ എടുത്തിട്ടുള്ള അച്ഛാ. സംശയത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ് എടാ സുധീഷേ, ഇയാള് എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത്. സുഭാഷ് ചോദിക്കുന്നു സുധീഷേ നീ നിന്റെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ. സുധീഷ് പറയുന്നു ഇല്ല സുഭാഷ് ഏട്ടാ ഞാൻ പോകുന്നില്ല. സുഭാഷ് ചോദിക്കുന്നു പോകുന്നില്ലെന്നോ, നീ പോകാതെ എങ്ങനെയാടാ. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ എനിക്ക് ഒരുപാട് ജോലികളുണ്ട്, എന്റെ ജോലിയെല്ലാം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നീ എന്താടാ ഈ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് എനിക്ക് മനസ്സിലാകും സുഭാഷ് ഏട്ടാ, നിധിയുടെ അച്ഛൻ സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയല്ലേ, ഇപ്പം നിധിയെയും കൂട്ടി അച്ഛൻ പോകട്ടെ, ഞാൻ എന്റെ ജോലിയെല്ലാം തീർത്ത് 2 ദിവസം കഴിഞ്ഞ് നിധിയെ കൂട്ടിക്കൊണ്ടുവരാനായി അങ്ങോട്ടേക്ക് പോകാം. സുഭാഷ് പറയുന്നു സുധീഷേ നീ എന്താടാ ഈ പറയുന്നത്, നീ ഓണറെ വിളിച്ചു പറ ഒരാഴ്ചത്തേക്ക് വരാൻ പറ്റില്ല, നിധിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛന്റെ ഒപ്പം വീട്ടിലേക്ക് പോവാണെന്ന്, അവിടെ വേറെ ഡ്രൈവർമാരുണ്ടല്ലോ. സുധീഷ് പറയുന്നു ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി സുഭാഷ് ഏട്ടാ, ഓണർ സമ്മതിക്കുന്നില്ല, ജോലിക്ക് പോയേ പറ്റൂ. നിധി ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു, പറ്റുന്നില്ല, നമുക്ക് വേറൊരു ദിവസം പോയാ പോരെ. രാജീവ് പറയുന്നു സുധീഷേ ജോലിയാണ് നമുക്ക് പ്രധാനം, ഞാൻ ആദ്യം നിധിയെയും കൂട്ടി പോകാം, സുധീഷ് ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. എന്താ മോളെ. നിധി പറയുന്നു ശരി അച്ഛാ നമുക്ക് പോകാം. രാജീവ് പറയുകയാണ് ഇനി സുധീഷിന് എന്താ പ്രശ്നം, നമുക്ക് ജോലിയാണ് പ്രധാനം, ഇപ്പൊ എനിക്കും ജോലി ഉള്ളത് കൊണ്ടല്ലേ പെട്ടെന്ന് പോകുന്നത്, സുധീഷ് ഇവിടുത്തെ ജോലിയെല്ലാം തീർത്ത് പതിയെ വന്നാ മതി. സുഭാഷ് പറയുന്നു അതെങ്ങനെ സാർ, സാറ് ഇവരെ 2 പേരെയും കൂടിയല്ലേ വിളിച്ചത്, അവൻ വരും. എടാ സുധീഷ് നീ പോ, 2 പേരും ഒരുമിച്ച് പോയില്ലെങ്കിൽ ശരിയാകില്ല. സുധീഷ് മനസ്സിൽ പറയുന്നു ഞാൻ കൂടെ പോയില്ലെങ്കിൽ ഇയാള് നിധിയെ തനിച്ചു കൂട്ടിക്കൊണ്ടു പോകും, എന്താ ചെയ്യുക. ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടാ ഏട്ടത്തിയുടെ ഒപ്പം പോ, ഓണറിനോട് നമുക്ക് സംസാരിക്കാം. ഇത് കേട്ടുമൂടി സുധീഷ് പറയുന്നു ഞാൻ ഓണറെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് വരാം. അങ്ങനെ സുധീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ് സുധീഷ് വരും, 2 പേരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതല്ലേ അതിന്റെ ഒരു ശരി, വീട്ടിലെല്ലാവർക്കും സന്തോഷമാകുകയും ചെയ്യും. ടെൻഷനോടുകൂടി പുറത്തേക്ക് വന്ന് സുധീഷ് മനസ്സിൽ പറയുന്നു നിധിയുടെ അച്ഛന്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ, എന്താ ചെയ്യുക. തുടർന്ന് സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എന്താടാ. സുധീഷ് പറയുന്നു ഞാൻ തോമസ് ഏട്ടനുമായി സംസാരിച്ചു, ആദ്യം പറ്റില്ലെന്നാ പറഞ്ഞത്, പിന്നെ ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞപ്പോൾ ലീവ് തരാമെന്ന് പറഞ്ഞു, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. ഇത് കേട്ട് നിധി സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് പുഞ്ചിരിച്ച രാജീവ് പറയുന്നു ശരി. സുഭാഷ് പറയുകയാണ് എങ്കിൽ നീ പെട്ടെന്ന് ഡ്രസ്സെല്ലാം എടുത്തു വെക്ക്. സുധീഷ് ഡ്രസ്സെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. സുധീഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടൻ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കും ടെൻഷനുണ്ട്, സൂക്ഷിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യും. ഇത് കേട്ട് സുധീഷ് മൂളുമ്പോൾ ഞാൻ ബാഗ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് സുധീഷിന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് ഹരീഷ്. സുധീഷ് അവിടേക്ക് വരുമ്പോൾ രാജീവ് പറയുന്നു
പറയുന്നു എന്നാ നമുക്ക് ഇറങ്ങാം. നിധി പറയുകയാണ് സുഭാഷ് ഏട്ടാ പോയിട്ട് വരാമേ. സുഭാഷ് പറയുന്നു ശരി മോളെ സൂക്ഷിച്ചു പോയിട്ട് വാ, ഫോൺ ചെയ്യണേ. നിധി പറയുന്നു ഞാൻ വിളിക്കാം സുഭാഷ് ഏട്ടാ. നികേഷ് പോയിട്ട് വരാമേ. നികേഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു നികേഷ് നീ എന്തിനാ കരയുന്നത്? നികേഷ് പറയുകയാണ് ഒന്നുമില്ല ഏട്ടത്തി, ഏട്ടത്തി ഇല്ലാതെ ഈ വീട് ഒരു വീടാകില്ല, പോയിട്ട് വേഗം വരണം. നിധി പറയുകയാണ് നീ എന്നോട് ഇത് പറയണോ? ഞാൻ പെട്ടെന്ന് വരാം. രാജീവ് പറയുന്നു നികേഷേ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒരാഴ്ച പെട്ടെന്ന് പോകും, പോകാം മോളെ. ഹരീഷ് നിധിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ച് കാറിന്റെ അരികിലേക്ക് പോവുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു എന്താ മോളെയും കൂട്ടി പോവാണെന്ന് തോന്നുന്നല്ലോ. അതേന്ന് രാജീവ് പറയുമ്പോൾ നിധി പറയുന്നു പോയിട്ട് വരാച്ച. സംശയത്തോടു കൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ നിധിയോട് പറയുന്നു എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം, സൂക്ഷിക്കണം. ദാ ഇതില് വടയുണ്ട്, നല്ല ചൂട് വടയാ, പോകുന്ന വഴിക്ക് കഴിക്കാം. എന്തിനാ ഇതെല്ലാം വാങ്ങിയതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, വിശക്കത്തില്ലേ, അപ്പൊ ഈ വട കഴിക്കാം. മോളുടെ അച്ഛനും 2 വട കൊടുക്ക്. താങ്ക് യു എന്ന് പറഞ്ഞ് നിധി സന്തോഷത്തോടു കൂടി അത് വാങ്ങുകയാണ്. നികേഷ് കരയുമ്പോൾ സുഭാഷ് പറയുകയാണ് എന്താണ് ഇത്, ഒരാൾ ഒരു വഴിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ കരയുകയാണോ? ഇത് കണ്ട് നിധി പറയുന്നു വിഷമിക്കേണ്ട നികേഷെ, ഞാൻ ഉടനെ വരാം. രാജീവ് പറയുന്നു വാ മോളെ നമുക്ക് പോകാം. സുധീഷെ കേറ്. അങ്ങനെ രാജീവ് സുധീഷിന് കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുകയാണ്. വിഷമത്തോടുകൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് കാറിലേക്ക് കയറുകയാണ്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധിയും കാറിലേക്ക് കയറുന്നു. സുഭാഷും നികേഷും ഹരീഷും പുഞ്ചിരിച്ച് ടാറ്റ കാണിക്കുമ്പോൾ നിധി അവരെ നോക്കി ടാറ്റ കാണിക്കുകയാണ്. സുധീഷ് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധിയുടെ ഒപ്പം കാറിന്റെ പിൻ സീറ്റിലാണ് സുധീഷ് ഇരിക്കുന്നത്. ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന രാജീവ് കണ്ണാടിയിലൂടെ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി പറയുന്നു അച്ഛാ എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല, പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുണ്ട്. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് രാജീവ് ഡ്രൈവറിനോട് പറയുന്നു ഡ്രൈവർ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്ത്. നിധിയും സുധീഷും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. രാജീവ് ഡ്രൈവറിനോട് പുറത്തേക്ക് ഇറങ്ങാനായി ആവശ്യപ്പെടുന്നു. എന്താ അച്ഛാ നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ് ഇപ്പൊ വരാം മോളെ, ഒരു മിനിറ്റ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഡ്രൈവറുമായി സംസാരിക്കുകയാണ് രാജീവ്. നിധിയുടെ അച്ഛൻ എവിടെ പോയതാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു അറിയില്ല, കടയിലെങ്ങാനും കയറാനായിരിക്കും. സുധീഷ് അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അച്ഛൻ എന്നോടുള്ള ദേഷ്യം ഇനി ഒരിക്കലും മാറില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത്ര പെട്ടെന്ന് സ്നേഹത്തോടുകൂടി അച്ഛൻ നമ്മളെ വന്ന് വിളിച്ചത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവം നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അച്ഛന്റെ മനസ്സ് മാറുന്ന രീതിയിൽ സുധീഷ് എന്താ സംസാരിച്ചത്? അച്ഛൻ പറഞ്ഞു സുധീഷിന്റെ സംസാരം കേട്ടിട്ടാണ് അച്ഛന്റെ മനസ്സ് മാറിയതെന്ന്. എന്താ അച്ഛനോട് പറഞ്ഞത്? ഒന്ന് ബദ്രി സുധീഷ് പറയുന്നു ഞാൻ നിധിയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അച്ഛനെയും അമ്മയും ചേട്ടനെയും എല്ലാം നിധി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതായിരിക്കും അച്ഛന്റെ മനസ്സ് മാറിയത്. നിധി പറയുന്നു എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സുധീഷ് സംസാരിച്ച ആളെ വീഴ്ത്താൻ മിടുക്കനാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ അച്ഛനെ സംസാരിച്ച മൈക്ക് എടുത്തില്ലേ, അതൊരു വലിയ കാര്യം തന്നെയാ. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു ഞാനെന്നാ ഓവറായിട്ടാ സംസാരിച്ചെന്ന് തോന്നുന്നു. ഈ മനുഷ്യൻ എന്ത് പ്ലാൻ ചെയ്ത് എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാണെന്ന് ആർക്കറിയാം. നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ നിധി സന്തോഷിച്ചിരിക്കുന്നു. എന്തു പറ്റിയെന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു ഒന്നുമില്ല. തുടർന്ന് ഡ്രൈവറിനെ പറഞ്ഞു വിട്ട് സുധീഷിന്റെ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു സുധീഷ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങണേ. ഞാനും ഒന്ന് സുധീഷ് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ് അതെ സുധീഷ് ഇങ്ങോട്ട് ഇറങ്ങ്. നിധിയും സുധീഷും സംശയത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. സുധീഷ് മനസ്സിൽ പറയുകയാണ് ഹൈവേയിൽ ഇറക്കി വിട്ടിട്ട് മോളെ കൊണ്ട് പോകാനാണോ? രാജീവ് പറയുന്നു വണ്ടി എടുക്ക്. ശരി എന്ന് പറഞ്ഞ് സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാജീവ് പറയുന്നു ചെല്ലു സുധീഷ് വണ്ടി എടുക്ക്. അങ്ങനെ നിധിയെ നോക്കി പുഞ്ചിരിച്ച് പിൻ സീറ്റിലേക്ക് കയറുകയാണ് രാജീവ്. സുധീഷ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ നിധി ചോദിക്കുന്നു എന്തു പറ്റി വെച്ചാ, ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ സുധീഷിനോട് വണ്ടി ഓടിക്കാൻ പറയുന്നത്? രാജീവ് പറയുന്നു അതല്ല മോളെ, മോള് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാനായി തുടങ്ങിയില്ലേ. നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഡ്രൈവർ വേണ്ടാന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഡ്രൈവറോട് ബസ്സിൽ വരാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് എന്തു വേണമെങ്കിലും സംസാരിക്കാമല്ലോ. സുധീഷും നന്നായി വണ്ടി ഓടിക്കുമല്ലോ. ഹൈവേയില് നിധിയെയും കൂട്ടി പറന്നതല്ലേ സുധീഷ്, ഞങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടതാണ്. സുധീഷ് തന്നെ ഓടിക്കട്ടെ. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് രാജീവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. രാജീവ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നു. നിധി കണ്ണു നിറഞ്ഞ് അച്ഛാന്ന് വിളിച്ച് രാജീവിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ സ്നേഹത്തോടു കൂടി നിധിയെ ചേർത്ത് പിടിച്ച് രാജീവ് ചോദിക്കുന്നു എന്താ മോളെ? നിധി ചോദിക്കുന്നു അച്ഛാ ഞാൻ അച്ഛന്റെ തോളിൽ ചാഞ്ഞു കിടന്നോട്ടെ. എന്ത് ചോദ്യമാ മോളെ ഇതെന്ന് ചോദിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. സുധീഷ് ടെൻഷനോടുകൂടി അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധിയെ ഒന്ന് നോക്കിയിട്ട് രാജീവ് ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് സ്കൂട്ടർ എടുക്കാനായി ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ് നീതു. എന്റെ സ്കൂട്ടർ ശരിയായോന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു ശരിയാക്കി വെച്ചിരിക്കുക. എത്രയായെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ഫ്രീയാ. ഇത് കേട്ട് നീതു ചോദിക്കുന്നു ഓ അങ്ങനെയാണോ, എങ്കിൽ ഇതൊന്ന് ഓടിച്ചു കാണിക്ക്. ഓടിച്ചു കാണിക്കാന്ന് പറഞ്ഞ് ഹരീഷ് സ്കൂട്ടറിലേക്ക് കയറിയിരിക്കുമ്പോൾ പിന്നിലേക്ക് കയറിയിരിക്കുകയാണ് നീതു. ഹരീഷ് ചോദിക്കുന്നു നീ എന്തിനാ എന്റെ പിന്നിൽ കയറിയിരിക്കുന്നത്? നീതു പറയുകയാണ് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അറിയണ്ടേ വണ്ടി നന്നായിട്ടാണോ ഓടിക്കുന്നതെന്ന്. ഇത് കേട്ട് ഹരീഷ്
സുധീഷ് സ്കൂട്ടർ മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ നീതു പുഞ്ചിരിച്ച് ഹരീഷിന്റെ തോളിലേക്ക് കൈവയ്ക്കുകയാണ്. ഹരീഷും പുഞ്ചിരിച്ച് നീതുവിനെ നോക്കുന്നുണ്ട്. തുടർന്ന് അവർ സന്തോഷത്തോടു കൂടി സ്കൂട്ടറിൽ വർക്ക്ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നീതു പറയുന്നു, ഓക്കെ ഓക്കെ, വണ്ടി ശരിയായെന്ന് തോന്നുന്നു. ഇനി എനിക്ക് ഈ വർക്ക്ഷോപ്പിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ശരി. ഹരീഷ് പറയുന്നു, വണ്ടി റിപ്പയർ ചെയ്യാൻ മാത്രമല്ല വേറെ എന്തിനു വേണമെങ്കിലും നിനക്കിവിടെ വരാമല്ലോ. നീതു ചോദിക്കുന്നു, വേറെ എന്തിനു വരണം? നീ എന്താ എന്നെ പ്രേമിക്കുന്നുണ്ടോ? നിന്നെ തേടി ഞാൻ വരാൻ. പുഞ്ചിരിച്ച് ഹരീഷ് പറയുന്നു, ഒരുപക്ഷെ നിന്നോട് എനിക്ക് പ്രേമം വന്നാലോ. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി ഹരീഷിനെ നോക്കുകയാണ് നീതു. ഹരീഷ് ചമ്മലോടുകൂടി കുരുങ്ങി നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് ഹരീഷിനെ തന്നെ നോക്കി സ്കൂട്ടർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് നീതു. ഹരീഷും പുഞ്ചിരിച്ച് നീതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് രാജീവും നിധിയും സുധീഷും വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഹേമയും സാന്ദ്രയും നിഹാരികയും കുറച്ചപ്പുറത്തായി അരുണും ഉണ്ട്. കാർ വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുകയാണ്. സന്തോഷത്തോടുകൂടി രാജീവ് കാറിൽ നിന്നിറങ്ങുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയ നിധി എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ്. നിധിയെ ചേർത്ത് പിടിച്ച് ഹേമയുടെ അരികിലേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എന്താ ഹേമേ, മോളെയും കൂട്ടി ഞാൻ വന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഈ സമയം സുധീഷും അരികിലേക്ക് വരികയാണ്. ഹേമ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷും എല്ലാവരെയും ശ്രദ്ധിക്കുന്നു. പുഞ്ചിരിച്ച് ഹേമ പറയുന്നു, വാ. നിധി എന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി അരികിലേക്ക് ചെന്ന് ചേർത്ത് പിടിക്കുകയാണ് സാന്ദ്ര. നിഹാരികയും അരികിലേക്ക് ഓടി ചെല്ലുന്നു. അരുൺ പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് നിധി ചോദിക്കുന്നു, ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു? നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരുൺ പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. രാജീവ് പറയുന്നു, ഹേമേ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആദ്യമായിട്ട് മോളും മരുമകനും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുക, ആരതി എടുക്കണ്ടേ? നിധി പറയുന്നു, അച്ഛാ, ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നതാണല്ലോ. രാജീവ് പറയുകയാണ്, അത് ശരിയാ, പക്ഷേ ഇപ്പം ആദ്യമായിട്ട് ഭർത്താവിന്റെ ഒപ്പം മോൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുക. ഹേമേ, ആരതി എടുക്ക്. ശരിയെന്ന് ഹേമ പറയുമ്പോൾ ഞാൻ എടുത്തോണ്ട് ഒരു അമ്മയെന്ന് പറഞ്ഞ് സാന്ദ്ര സന്തോഷത്തോടു കൂടി അകത്തേക്ക് ഓടി പോവുകയാണ്. സുധീഷ് മാറി നിൽക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷ് എന്താ മാറി നിൽക്കുന്നത്? ഇങ്ങി വാ. രാജീവ് പറയുന്നു, സുധീഷേ മോനെ ഇങ്ങി വാ, എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ആരതി എടുക്കണ്ടേ? മോടെ അടുത്തേക്ക് ചേർന്ന് നിൽക്ക്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയൊന്ന് നോക്കിയിട്ട് അരികിലേക്ക് നിൽക്കുകയാണ്. നിധിയും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുന്നു. സാന്ദ്ര ആരതിയുമായി അവിടേക്ക് വരുമ്പോൾ ഹേമ സാന്ദ്രയുടെ കയ്യിൽ നിന്നും ആരതി തട്ട് വാങ്ങി നിധിയുടെയും സുധീഷിന്റെ അരികിലേക്ക് നിൽക്കുകയാണ്. രാജീവ് പറയുന്നു, ചേർന്ന് നിൽക്ക് നിങ്ങള്. ഹേമേ, ആരതി ഒഴിയെ. നിധിയെയും സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഹേമ ആരതി ഒഴിയുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് എല്ലാവരും. ഹേമ നിധിയുടെയും സുധീഷിന്റെയും നെറ്റിയിലേക്ക് കുങ്കുമം തൊട്ട് കൊടുക്കുന്നു. രാജീവ് പറയുന്നു, അരുണെ പോയി ബാഗ് എടുത്തോണ്ട് വാ. വാ നിധി എന്ന് പറഞ്ഞ് നിധിയെയും ചേർത്ത് പിടിച്ച് സാന്ദ്ര സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് രാജീവും നിഹാരികയും. ബാഗുമായി നിൽക്കുന്ന സുധീഷിനെ ശ്രദ്ധിക്കാതെ അരുൺ നിധിയുടെയും രാജീവിന്റെയും ബാഗ് എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. സുധീഷ് ഇടതുകാല് വെച്ച് തന്റെ ബാഗുമായി നിധിയുടെ വീട്ടിലേക്ക് കയറുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.